ഹലോ, വെൽക്കം ബാക്ക് ടു റിച്ന സാജിദ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ഒരു ഹൗസ് വാമിംഗ് പരിപാടി ഉണ്ട്. ഇന്നൊരു ഫ്രൈഡേ ആണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ അംഷയുടെ ആണ് കേട്ടോ ഹൗസ് വാമിങ്. അപ്പോൾ അവിടെ പണികൾ നടക്കുന്ന ടൈമിലൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതലും കുട്ടീസിനൊന്നായിട്ട് പോകാൻ പറ്റില്ല. എപ്പോഴും അവിടെ പൊടിയും കാര്യങ്ങളൊക്കെയാണ് പണി നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. വീടൊക്കെ എങ്ങനെ ആയിരിക്കും അങ്ങനെയുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ റിസമോൾ ഇല്ല, അവൾ ക്ലാസ്സിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ അവിടെ പോവുകയാണ് കേട്ടോ. എല്ലാവരും ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ട് അവിടെ പോകണം. അവിടെ പോയതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഇതേ നമ്മൾ ഉച്ചയൊക്കെ ആവുന്ന ടൈം ആയപ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല, കാരണം പന്തലൊക്കെ ഇട്ടിട്ട് മുകൾ ഭാഗം മാത്രമേ കാണുള്ളൂ കേട്ടോ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ സൈഡിൽ പായസം അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അകത്ത് കയറി എല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, അച്ചാറ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വെറിഞ്ചോറും പിന്നെ പലതരം കറികൾ, ഫിഷ് ഫ്രൈ, മീൻകറി, ഉപ്പേരി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതും കഴിച്ച് അതിനുശേഷം പായസവും കുടിച്ച്. ഞാൻ ഇനി എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാണ്ട് അത് ഇനി വേറെ ആരെങ്കിലും രസമുണ്ടെന്ന് പറഞ്ഞാലോ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കുറേശ്ശെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം റിസ ക്ലാസ്സിലാണെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് റിസാനെ വിളിക്കാൻ പോവാം, എന്നിട്ടൊന്ന് വീട്ടിൽ പോയതിന് ശേഷം നമുക്ക് വീണ്ടും അവിടെ പോവാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഇത് റിസമോളെ സ്കൂളിന്റെ ഫ്രണ്ടിൽ നിർത്തിയപ്പോൾ അവിടെ ഒരു കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ പഞ്ഞിമിഠായി കണ്ടപ്പോൾ ഞാൻ പപ്പടോട് പറഞ്ഞിട്ട് പഞ്ഞിമിഠായി വാങ്ങിപ്പിച്ച്. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് പിന്നെ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ റിസാനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ കുറച്ച് ടൈം. അങ്ങനെ പിന്നെ റിസ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വീട്ടിൽ പോയി. എല്ലാവരും ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് വീണ്ടും അംഷിയുടെ അവിടേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഹോം ടൂർ കാണിച്ചു തരാമെന്ന്. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ, കാരണം ഉച്ചയ്ക്ക് തീരെ എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം എടുക്കാലോ എന്ന് വെച്ച് നോക്കിയപ്പോഴും ഓരോ റൂമിലും ആൾക്കാരായിരിക്കും. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ വീട് കറക്റ്റായിട്ട് കാണാനും പറ്റില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറച്ച് ഷോർട്സ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ കാണിച്ചു തരാം. അതല്ലാണ്ട് മൊത്തത്തിലുള്ള ഹോം ടൂർ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാനിതിൽ ആഡ് ആക്കി കൊടുക്കാട്ടോ. അപ്പോൾ ഇതേ അവിടെ എല്ലാവരും ഭയങ്കര വർത്താനം പറയലും പിന്നെ ഓരോ ഐറ്റംസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന. അംശയാണെന്നുണ്ടെങ്കിൽ അവളുടെ സ്പെഷ്യൽ സമൂസ അതുപോലെ ഉണ്ട ഉണ്ടാക്കൂലേ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. ഇതാണ് കേട്ടോ പ്ലേ റൂം. അപ്പൊ ഈ റൂമാണ് റുവാബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ റുവാക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ആഡ് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ പിന്നെ രാത്രി ഡിന്നറൊക്കെ കഴിക്കുന്ന ടൈമായി. പൊറോട്ട, പത്തിരി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഡിന്നറൊക്കെ ഉഷാറായിട്ട് കഴിച്ച്. പിന്നെ റുവാക്കാണെന്നുണ്ടെങ്കിൽ ചോറും കറിയൊക്കെ ആയിട്ട് അതാ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടി ജസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലായിരുന്നു. അങ്ങനെ എല്ലാവരും ഭയങ്കര കളിയിലിരുന്നു. എല്ലാ കുട്ടീസും കൂടി അവിടെ എത്തിയിട്ടുണ്ട്. റുവ ബേബി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരൊക്കെ ആയിട്ട് ഓരോ ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്. റുവാടെ ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, അവൾ ഇട്ടിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും റുവ ബേബീനെയും മൈൻ ബേബീനൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരെ രണ്ടുപേരെ ഇരുത്തിയിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീടിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.